ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നലെ ചാലിയാറിൽ പരുപ്പൻപാറയിൽ തെരച്ചിലിന് പോയ SDPI സംഘം അവിടെ കുടുങ്ങുകയും രാത്രി പല രീതിയിലുള്ള തെരച്ചിലിനൊക്കെ ആളുകൾ പോവുകയൊക്കെ ഉണ്ടായ വലിയൊരു സംഭവം ഇന്നലെ സംഭവിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ അവർ സുരക്ഷിതരായിട്ട് എല്ലാ പ്രവർത്തകരും തിരിച്ചു വരുന്നതുണ്ടായി. ഇത് സംബന്ധിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് അവരുടെ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ, അപ്ഡേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തന്നെ വയനാട്ടിലുള്ള പല പ്രവർത്തകരെയും നേതൃത്വത്തെയൊക്കെ ബന്ധപ്പെടാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി തന്നെ പല ആളുകളെയും വിളിക്കുമ്പോൾ അവർ സുരക്ഷിതരാണ്. അവർക്ക് വരാൻ വെള്ളത്തിന് പെട്ടെന്ന് മഴ പെയ്യുകയും വെള്ളം കയറുകയും പുഴ മുറിച്ച് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ വനത്തിൽ തന്നെ ഇന്നലെ രാത്രി കഴിച്ചു കൂട്ടി. അതിനുശേഷം രാവിലെ അവർ സുരക്ഷിതരായിട്ട് വരും, നേതൃത്വത്തെ കാണുകയൊക്കെ ചെയ്തെന്നാണ് നമുക്ക് രാവിലെ തന്നെ കിട്ടിയായിരുന്നു. ഇപ്പോൾ എല്ലാ ചാനലിലും വന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വയനാട്ടില് കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തമുഖത്ത് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഒരുപാട് ആളുകൾ മനുഷ്യർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും 125ഓളം പേരെ കാണാനില്ലെന്നാണ് ഔദ്യോഗിക കണക്ക്. അവിടെ പോയി ആളുകൾക്കൊക്കെ ചോദിക്കുമ്പോൾ അവർ വലിയ കണക്കുകളൊക്കെ പറയുന്നത്. നമ്മൾ പേടിക്കുന്ന രീതിയിലുള്ള ആളുകളെ കാണാനില്ലെന്നാ പറയുന്നത്. അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെ അവിടെ കാണാതായിട്ടുണ്ട്. അവരുടെ ജീവനോടെ അല്ലാതെ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ്. കാരണം ഇനി കാത്തിരിക്കണ്ടല്ലോ എന്നൊരു ചിന്തയെങ്കിലും അവർക്കുണ്ടാവും. അതിനുവേണ്ടി അവരുടെ കാര്യങ്ങൾ തേടിപ്പോയവരാണ് ഈ ആളുകൾ എന്ന് പറയുന്നത്. ഉള്ള എല്ലാ രക്ഷാപ്രവർത്തകരും പ്രത്യേകിച്ച് SDPIക്കാർ അങ്ങനെ ചാലിയാറ് മുറിച്ച് കടക്കുകയും വലുതുംപാറയിൽ പോവുകയും പെട്ടെന്ന് അതിശക്തമായ മഴ പെയ്യുകയും ചാലിയാറ് വളരെ ശക്തമായിട്ട് ജലം ഉയരുകയൊക്കെ ചെയ്ത് ഇവർക്ക് തിരിച്ചു വരാൻ കഴിയാതെ അവർ കാട്ടിൽ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കുക, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് അവരെ ഇറങ്ങി തിരിച്ചത്. ഇവർക്ക് യാതൊരുവിധ ഉദ്ദേശങ്ങളും ഇല്ല, ഒരു ലാഭേച്ഛയും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തബന്ധം പോലും അല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരെ തേടി ഇറങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒരു അപകട പ്രതിസന്ധി ഘട്ടം ഉണ്ടാവുക. ആ പ്രതിസന്ധിയെ അവർക്ക് അതിജീവിച്ച് വളരെ സുരക്ഷിതമായിട്ട് അവർ തിരിച്ചു വന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അത് SDPI പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് വീഡിയോ കൂടി ഈ വീഡിയോക്ക് ഇപ്പോൾ ചേർക്കുന്നു. എന്തായാലും SDPI പ്രവർത്തകർ അവർ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള തുടർന്ന് അവരുടെ പ്രതികരണങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, അൽഹംദുലില്ലാ നമ്മളെ പ്രവർത്തകരെ കണ്ടെത്തി. ഞങ്ങൾ കുറച്ചങ്ങോട്ട് ദൂരം മേലേക്ക് കയറി പോന്നിരുന്നു. ഏതായാലും ഓലെ കണ്ടു. അൽഹംദുലില്ലാ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും ബോഡി കണ്ടെത്തുമെന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഞങ്ങൾ പുഴ അക്കരെ കടന്നിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 2:30 മണി 3 മണിയായോട് കൂടിയിട്ട് അവിടെ വയനാട് ഭാഗത്ത് നല്ല മഴ ഉണ്ടായി. മഴയിൽ ഈ ചാലിയാർ പുഴയിൽ അതിശക്തമായ ഒഴുക്കും അതോടൊപ്പം അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കയറാൻ ഞങ്ങൾക്ക് സാധിക്കാതായി. അത് ഞങ്ങൾ നേരെ പുഴ അക്കരെയാണല്ലോ ഞങ്ങളുള്ളത്. ഞങ്ങൾ ആ ഇതിലൂടെ വന്ന് അപ്പോൾ അവിടെ ഒരു 3 കൈത്തോടുകളായിട്ട് ഈ ചാലിയാറിലേക്ക് സംഗമിക്കുന്നുണ്ട്. അതിൽ 2 തോട് ഞങ്ങൾ മുറിച്ച് കടന്നു. അത് പിന്നെ ഒരു കലക്കമ്പുഴ എന്ന് പറയുന്നൊരു പുഴ, ഒരു തോട് അതിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ഈ കലക്കമ്പുഴ ഇതുപോലെ അടി മൺതിട്ടകളല്ല, അത് ഫുള്ള് പാറക്കല്ലുകളാണ്. അത് അവിടെ അത് മുറിച്ച് കടക്കൽ അത് സാഹസികമായ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് രാത്രിയായിരുന്നു, അപ്പോൾ ഒരു 6 മണിയിലാണ് ഇരുട്ടായി. അതായത് ഇവിടുത്തെ പോലെയുള്ള ഫോറസ്റ്റ് പെട്ടെന്ന് ഇരുട്ടാവും. ഒരു 6 മണിയോട് ഞങ്ങൾ അവിടെ എത്തുന്നു. അപ്പോൾ പിന്നീട് എല്ലാവരും തിരിച്ചു വരവ് അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പുഴൻ്റെ സ്ഥിതിഗതികൾ അറിയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതിൻ്റെ സംവിധാനങ്ങളായിട്ട് തന്നെയായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. ഞങ്ങൾക്ക് ടോർച്ചുണ്ടായിരുന്നു, അങ്ങനെയുള്ള അത്യാവശ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പുഴൻ്റെ സൈഡിൽ തന്നെ ഈ പരപ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാപ്പിത്തോട്ടുണ്ട്, ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ ഒരു ഓരത്തായിട്ട് ആ പുഴയുടെ സൈഡിൽ ഞങ്ങൾ അവിടെ താമസിക്കാൻ ചെയ്തു. അവിടെ പിന്നെ നല്ലൊരു സേഫായ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ നല്ല കൊതുകിൻ്റെ കടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വരങ്ങളൊക്കെ ഒരു കൂട്ടിയിട്ട് ഞങ്ങളവിടെ തീയിട്ട് രാവിലെ വരെ അവിടെ ഞങ്ങൾ
അന്നേരം തന്നെ ഇവിടെ ഞങ്ങളുടെ താഴെയുള്ള ആളുകൾ മേലുള്ള ആളുകളുടെ